നമസ്കാരം. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 13 നക്സലുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ബിജാപൂർ ജില്ലയിലെ ഗംഗളൂരിലെ ലെന്ദ്ര കൊർച്ചോളി പ്രദേശങ്ങളിൽ ഏപ്രിൽ 1-2 തീയതികളിൽ 1000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് തെരച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇവർ നടത്തിയ പ്രത്യേകമായ ഓപ്പറേഷനിൽ 13 നക്സലുകൾ കൊല്ലപ്പെട്ടതായുള്ള വിവരം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ സുരക്ഷാ സേനയുടെ 16 ക്യാമ്പുകളാണ് ഈ പ്രദേശത്ത് ഉയർന്നു വന്നത്. ഒറ്റ രാത്രി കൊണ്ടാണ് വനത്തിന്റെയും മലമുകളിലൂടെയും മറ്റും 20 കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ട് സൈനികർ ഈ ദുഷ്കരമായ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. മുടവെണ്ടി, പാലനാർ, ഗംഗളൂർ, ബസഗുഡ, ചെർപ്പാൽ സെക്യൂരിറ്റി ക്യാമ്പുകളിൽ നിന്നുള്ള നൈറ്റ് വിഷൻ ബൈനോക്യുലേഴ്സും അതിനോടൊപ്പം അത്യാധുനികമായ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ നക്സലുകൾക്കെതിരെ പോരാടിയത്. നിലവിൽ നിരവധി ഏറ്റുമുട്ടലുകൾ വനത്തിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട നക്സലുകളിൽ നിന്നും ആയുധങ്ങൾ അടക്കം ഇപ്പോൾ കണ്ടെടുത്തിട്ടുമുണ്ട്. ഈ കർച്ചോളി വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇതുവരെ 10 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 13 നക്സലുകളുടെ മൃതദേഹം കണ്ടെടുത്തതായി കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഛത്തീസ്ഗഡിലടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ പ്രത്യേകമായി അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇടത് ഭീകരതയ്ക്ക് മാപ്പില്ല എന്നത്. ആ ഇടത് ഭീകരതയെ കൂടി ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ സുരക്ഷാ സൈന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.